Page number 55. That exercise, നമ്മൾ just കുറച്ചെന്തോ പറഞ്ഞു അല്ലേ? Then see that match the objects in column A with their nets given in column B. എയില് ആ കോളത്തില് 4 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. കോൺ, then ക്യൂബ്, സിലിണ്ടർ ആൻഡ് റെക്ടാങ്കിൾ ഇല്ലേ? റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്ട്. അപ്പൊ അതിന്റെയൊക്കെ നെറ്റ് ഈ സൈഡിലുമായിട്ട് ഏതൊക്കെയാ കണക്ട് ചെയ്യുന്നതെന്നുള്ളതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആണല്ലോ. ഓക്കെ, ഇനി എന്തോ? അപ്പൊ അതില് മിസ് ഒന്നുകൂടെ പറയാം. ഇതിന്റെ വീഡിയോസ് മിസ് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ടെക്നിക്കൽ പ്രോബ്ലം കാരണം എന്തോ ഇന്നത് പറ്റുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ഓഫ് കോഴ്സ് ഐ വിൽ ഷോ ദാറ്റ്. അതിന്റെ ആ ഇത് കാണിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഇന്നിപ്പോ അതെ നോക്കിക്കേ, അതിൽ ക്വസ്റ്റ്യൻ നമ്പർ എ ഇല്ലേ? അതിലെ എ കോണ ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. 3, നെറ്റ് 3 ആണ്. Then second B, answer 1, and C, that is 4, and D answer is 2. ഇത്രയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, then question number 2 നോക്കിക്കേ. Which of the following nets can form a cube or a cuboid? ക്യൂബ് ആണോ ക്യൂബോയിഡ് ഏതാ ഫോം ചെയ്യുന്നത്? 4 figures are there, A, B, C and D ഇല്ലേ? അതിൽ ഏതാണെന്നുള്ളതാ ചോദിക്കുന്നത്. അപ്പൊ ഏതാണ് എ എന്ന് പറയുന്നത്? അതൊരു ക്യൂബാണ് അല്ലേ? ദാറ്റ് മീൻസ് അതിന് സ്ക്വയർ ഫേസ് ആണ് അല്ലെ? എല്ലാം സ്ക്വയർ ഫേസസ് ആണ്. ഇനി അടുത്തത് രണ്ടാമത്തതാണെങ്കിലോ, സെക്കൻഡ് വൺ ക്യൂബോയിഡ്, ദാറ്റ് മീൻസ് റെക്ടാംഗിൾ ഫേസ് ഓൾസോ. അതിൽ റെക്ടാംഗിളും ഉണ്ട് സ്ക്വയർ ടൈപ്പും ഉണ്ട് ഇല്ലേ? സോ ഇറ്റ് ഈസ് എ ക്യൂബോയിഡ്. ആൻഡ് ദെൻ തേർഡ് വൺ സി നോക്കിക്കേ, ദാറ്റ് ഈസ് ഓൾസോ എ ക്യൂബ് ആണല്ലോ. ദാറ്റ് മീൻസ് സ്ക്വയർ ഫേസസ്. ആൻഡ് ദെൻ അഗെയിൻ ഡി, ഇറ്റ് ഈസ് എ ക്യൂബോയിഡ് ഇല്ലേ? അതിലെന്തോ അപ്പൊ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയത് ക്യൂബ് എന്ന് പറഞ്ഞാൽ അതില് സ്ക്വയർ ഫേസസ് ഉള്ളി. സ്ക്വയർ ഫേസസ്, ആ സ്ക്വയർ ആയിട്ട് കാണുന്ന കോളംസ് ആ നെറ്റ് ഉണ്ടെങ്കിൽ എന്താണത്? ക്യൂബ് ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യൂബോയിഡ് ബോത്ത് ആർ ദേ. ഏതൊക്കെ വരും? റെക്ടാംഗിൾ ഫേസസ് ആൻഡ് സ്ക്വയർ പ്ലേസസ് ഓൾസോ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കിക്കേ, തേർഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താ ചോദിക്കുന്നേ? വിച്ച് ഓഫ് ദ ബോക്സസ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ ഗിവൺ നെറ്റ്? ഈ സൈഡില് ഒരു ക്യൂബിന്റെ ഒരു ഇത് ഉണ്ടാക്കി വെച്ചേക്കാണ്, അതായത് പേപ്പർ ഫോൾഡിംഗ് ആയിട്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോ ഏതാ വരുന്നതെന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മളിപ്പോ അത് രാവിലെ പറഞ്ഞു തോന്നുന്നു. ഏതായിരിക്കും ആൻസർ? ഏതാ പറഞ്ഞ നമ്മള്? എ സൈഡിൽ വരും, ഒരു സ്ക്വയർ ഉണ്ട്, ഒരു റെക്ടാംഗിൾ ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട് ഇല്ലേ? ഒരു സർക്കിൾ ഉണ്ട് കാണുന്നല്ലോ. അപ്പൊ അതിനെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏത് നെറ്റ് ഏത് ബോക്സ് ആയിട്ടാ വരുന്നത്? ആൻസർ ബി ആണ്. അതിന് ഒരു വീഡിയോ ഉണ്ട്, എക്സാക്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ട്, അത് മിസ് കാണിക്കാം കേട്ടോ. ഇതിപ്പോ ഇന്ന് ഇതില് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നെക്സ്റ്റ് ക്ലാസ്സിലും. അന്നേരം മിസ് ഷുവർ ആയിട്ട് അത് കാണിക്കാം, അപ്പൊ മനസ്സിലാവും. ഓക്കെ, ദെൻ ഇതിലിപ്പോ ആൻസർ എ ആണ്. അതായത് റെക്ടാംഗിൾ ആ സൈഡ് ഇത് എയിലോട്ട് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു റെക്ടാംഗിൾ ഷേപ്പ് വരും. ആ സി ഈ സ്ക്വയറിന് മേളിൽ കൂടെ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതാവും. 4 സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്ത ഒരു പാർട്ടാണ് കാണിക്കുന്നത്. അന്നേരം ബി ഈസ് ദ ആൻസർ. ഓക്കെ, ദ നെക്സ്റ്റ്, ഡ്രോ ദ നെറ്റ് ഓഫ് four-sided cubical box that is open at the top, at the bottom. ബോട്ടം ടോപ്പും ഡ്രോ ചെയ്യാൻ അത് നമുക്കറിയാം ഇല്ലേ? ടോപ്പും ബോട്ടം എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെ കാണിക്കാം? അതൊക്കെ മിസ് എങ്ങനെയാ കാണിക്കുന്നത്? 1 minute, I will try. See that box? ഇവിടെ എന്താ? ഒരു ഓപ്പൺ ബോക്സ് നമ്മൾ ടോപ്പ് സൈഡ് ആവാണ്. 1, 2, 3, 4 ബോക്സസ് ആയി. ഇതിനെ ഇതിപ്പോ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. അതിനെ ഇങ്ങനെ നിവർത്തുമ്പോ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. ഇപ്പൊ 4 ബോക്സസ് ആയിട്ട് കിട്ടിയില്ലേ? ഇതിനെ നമുക്ക് 4 ബോക്സസ്. അപ്പൊ അതിനെന്താ വരും? താഴേട്ട് വരത്തില്ല, ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ടേ വരത്തുള്ളൂ. അതായത് ഒരു ബോക്സ് നമ്മൾ ഒരു കാർട്ടൺ, ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി, നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ 4 സൈഡിലായിട്ട് വരുന്നു. അപ്പൊ 4 ബോക്സസ് ആയി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് question number 5, which is which letter will be opposite O? ഏത് ലെറ്റർ ആ വരുന്നത്? ഓയുടെ ഓപ്പോസിറ്റ്, അതായത് ഫോൾഡ് ചെയ്യുമ്പോഴാ when the following net of a
cube is folded. ആ ക്യൂബിന് അത് ഫോൾഡ് ചെയ്ത ഒരു ക്യൂബ് ആകുമ്പോ ഓയുടെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ഏതാണെന്ന്, അതായത് ഇയെ നമ്മൾ അങ്ങോട്ട് മടക്കും, പിന്നെ ആറിനെ ഇങ്ങോ ഈ സൈഡിലോട്ട്, എയുടെ അങ്ങോട്ട്, ദെൻ ഓ അങ്ങോട്ട്. ആ സമയത്ത് ഓയുടെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ഇ ആയിരിക്കും. ഇ ആയിരിക്കും ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ. അതും നമുക്ക് നോക്കാം. ഓക്കെ, ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കുള്ളതാ പറയുന്നത്. ഫോൾഡ് ചെയ്യുമ്പോഴാ നിങ്ങളെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാവുന്ന ഒരു കാർഡ്ബോർഡ് ഒരു പേപ്പർ എടുക്കുക, അതേ ഇതുപോലെ ലെറ്റേഴ്സ് അതിനകത്ത് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. then you can fold it and this is type of activity you can do. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഇത്രയും ലെറ്റേഴ്സ് ഇതുപോലെ നമ്മൾ ഈ അല്ലെങ്കിൽ പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് ഈ ലെറ്റേഴ്സ് കൊടുക്കുക. then you can fold it. ഫോൾഡ് ചെയ്തിട്ട് നോക്കുക എന്താണ് ഓയുടെ ഓപ്പോസിറ്റ് ഏത് ലെറ്ററാ വരുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി okay. Then next up, so that is the answer. What is the answer? E is the answer. And then next see, okay, challenger. Given below are the nets of pyramids. What are the common characteristics of the net? The pyramid in pictures nets are thanirikkunnathu. What are the common characteristics of the nets? Edana common characteristics of the nets? ഏതായിരിക്കും? all have equal corner. ഈക്വൽ കോർണർ ആണോ? എത്ര കോർണർ ഉണ്ടെന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 corner. in second figure 1 2 3 4 5 6 7 8. അതുമല്ല. then 1 2 3 4 5 6 7 8. അപ്പൊ എന്താണ് നമ്മൾ പിരമിഡ് എന്താ പഠിച്ചേ? all have, അതായത് ഷാർപ്പ് കോർണർ വരും ഇല്ലേ? all have equal corners. അപ്പൊ അതിൽ ഏതാ ആൻസർ? all have an equal number of triangles. ഇതില് equal number of triangles വരണമെന്നില്ല. all have an equal number of edges. അതും വരണമെന്നില്ല. all have an equal number of squares. അതും വരണമെന്നില്ല. all have equal corners. എത്രയാണ് വന്നിരിക്കുന്നത്? ഡിഫറെന്റ്. ആദ്യത്തെ ലാസ്റ്റ് രണ്ടെണ്ണം 8 കോർണേഴ്സ് വന്നിരിക്കുന്നു അല്ലേ? അപ്പൊ all have an equal number of edges. edgesഉം വരാം. all have an equal number of this. and then ഇതില് മെയിൻ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിച്ചേ? ഇപ്പൊ നമുക്ക് എന്തൊക്കെ അറിയാം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡോട്ട്, വാട്ട് ഈസ് എ ലൈൻ, വാട്ട് ഈസ് എ ലൈൻ സെഗ്മെന്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റേ ഇല്ലേ? then what is the meaning of a circle? പേജ് നമ്പർ എടുത്തേ. ഏത് പേജാ? 57 പേജ് എടുത്തേ. see that knowledge nugget is there. I am reading one by one. See, in this chapter mainly we discussed a point shows an exact location or position. It has no length or width. It is represented by a dot and is denoted with a capital letter such as P. Actually നമ്മൾ എപ്പോഴും എന്താ ഒരു ഡോട്ട് കൊടുക്കില്ല, അതിനെ പോയിന്റ് പി എന്നാണ് പറയുന്നത്. അതിന് പോയിന്റ് ഡോട്ട് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. then second one, a line is a straight path that has no end points. അല്ലേ? a line is a straight path that has no end points and extend endlessly in opposite direction. that also we know that. കണ്ടോ, രണ്ട് സൈഡിലും ആരോ മാർക്ക് ആണല്ലോ. then third point, അതും നമ്മൾ ആരോ മാർക്ക് കൊടുത്തിട്ട് അതിന് എല്ലാത്തിനും നെയിമിങ് ചെയ്യണം അല്ലെ? പേര് കൊടുക്കണം, ഇഷ്ടമുള്ള നെയിമിങ് ചെയ്യാം. then next a line segment is a fixed length with two definite end points. A line segment is a fixed length with two definite end points. See that a b, that is a line segment. ാണ് നമ്മൾ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തോ റേ. a ray originates extends endlessly in the other direction. അല്ലേ? റേ എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി അത് എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അതിന്റെ ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഓൾസോ അത് നെയിമിങ് ചെയ്തിട്ടുണ്ട്, എ ബി ബി whatever. ഓക്കെ, അതാണ് റേ. then closed figures formed by joining 3 or more line segments are called polygons. closed figures formed
3 or more line segments are called polygons. അല്ലേ? അപ്പോ എന്താ പറയുന്ന പോളിഗൺസ് എന്ന് പറഞ്ഞാല് രണ്ടോ എവിടെയാ അത്? Closed figures formed by joining 3 or more. മൂന്നോ മൂന്നിൽ കൂടുതലോ ലൈൻ സെഗ്മെന്റ്സ് ചേർന്നതാണ് ഒരു പോളിഗൺ എന്ന് പറയുന്നത്. അടുത്തത് സർക്കിൾ is a curved and closed figure. We know that. Then next point, the center of a circle is fixed point from which all the points on the boundary are at an equal distance. ഇല്ലേ? ഒരു സർക്കിളിന് ഒരേ ഒരു സെന്ററേ കാണത്തുള്ളൂ. From that center, exact center, we can draw many radius, but its distance it should be same. And then the length of the boundary of a circle is called its circumference. ആ ബൗണ്ടറിയെ പറയുന്നതാണ് circumference. അല്ലേ? Length of the boundary of a circle is called its circumference. Next point, the radius is the distance between the center of a circle and any point on the boundary of the circle. അല്ലേ? സെൻട്രൽ നിന്നും ബൗണ്ടറിയിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും the distance, fixed point ആണ് center of a circle is fixed point from which all the points on the boundary. ഏത് ബൗണ്ടറിയിലുള്ള പോയിന്റിൽ നിന്ന് സെൻട്രൽ വരുമ്പോൾ സെൻറ്റർ only one. That is the exact fixed point. Okay. Next, the length of the boundary of a circle is called its circumference. അത് നമ്മൾ പറഞ്ഞു അല്ലേ? Sorry. The radius is the distance between the center of a circle and any point on boundary of the circle. ഇനി അടുത്ത നോക്കിക്കേ. The longest line segment that passes through the center of a circle is called a diameter. അപ്പോൾ സെന്റർ നമ്മൾ പറഞ്ഞു സെന്റർ ഒന്നേ കാണത്തുള്ളൂ. ആ സെന്ററിൽ കൂടെ മീറ്റ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് ഡയമീറ്റർ എന്ന് പറയും. ലോങ്ങസ്റ്റ് ലൈൻ സെഗ്മെന്റ്. അപ്പൊ ചോദിക്കാം ഡയമീറ്ററിലെ അപ്പൊ ലോങ്ങസ്റ്റ് ലൈൻ സെഗ്മെന്റ് ഏതാണ്? ഇസ് ഡയമീറ്റർ. Then the length of the diameter of a circle is always twice the length of the radius of the circle. നമുക്കറിയാം റേഡിയസ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? 2r. നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് ഈസ് 2r. ദാറ്റ് മീൻസ് റേഡിയസ് ഇൻറ്റു 2. അപ്പോ ദ ലെങ്ത് ഓഫ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ റേഡിയസിന്റെ ട്വൈസ് ആയിരിക്കും. ഓക്കെ. സപ്പോസ് ഇപ്പൊ റേഡിയസ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ എത്രയായിരിക്കും അതിന്റെ ഡയമീറ്റർ? 4 ആയിരിക്കും അല്ലേ? അതുപോലെ then compasses are used to draw circles and circular design. എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? കോമ്പസസ് അല്ലേ? നമ്മൾ എന്താ ഉപയോഗിക്കുന്ന? സർക്കിൾ വരയ്ക്കുന്നതിന് എന്താ ഉപയോഗിക്കുന്നത്? നമുക്ക് മെനി things we can use, but in geometry then we are using compasses are used to draw circles and circular design. ഇത് നമ്മൾ പഠിച്ചു. Then the flat shape obtained after opening a 3D shape is known as its net. നമ്മൾ നേരത്തെ നെറ്റ് ഓപ്പൺ ചെയ്തു, സ്ക്വയർ ഫേസസ് ഉണ്ട്, റെക്ടാങ്കുലർ സ്പേസസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണത്? അതെല്ലാം നെറ്റ് ആണ്. വാട്ട് യു മീൻ ബൈ നെറ്റ്? ദ ഫ്ലാറ്റ് സർഫസ്, ഫ്ലാറ്റ് ഷേപ്പ് ഒബ്റ്റെയിൻ ആഫ്റ്റർ ഓപ്പണിംഗ് 3D ഷേപ്പ്. അതായത് നമ്മുടെ ഒരു ക്യൂബിനെ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ആ 3D ഓപ്പൺ ചെയ്തെടുക്കുന്ന 3D ഷേപ്പിനെയാണ് എന്താ പറയുന്നത്? നെറ്റ് എന്ന് പറയുന്നത് അല്ലേ? Then when we fold the net of any 3D shape in a certain way, we get the corresponding 3D shape. നമ്മൾ ഏത് സൈഡിലത്താണോ സ്ക്വയർ ഓപ്പൺ ചെയ്യുന്നത്, അതായത് റെക്ടാങ്കുലർ ഓപ്പൺ ചെയ്യുന്നത്, ആ ഫേസസ് ഓപ്പൺ ചെയ്യുന്നത്, അതിന്റെ 3D ഫോം നമുക്ക് കിട്ടും, ആ ഷേപ്പ് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഹാർദിക് മെയ്ഡ് എ ക്യൂബോയിഡൽ ബോക്സ് ബൈ ഫോൾഡിംഗ് ദ നെറ്റ് ഇൻ സർട്ടൻ വേ. അല്ലേ? ഹാർദിക്കിന് തന്നെ കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാം ഇല്ലേ? The net is cuboid box without its top looks like this. ആ ബോക്സിനെ ഏതൊക്കെ രീതിയിലാക്കാം? കബോർഡ് ബോക്സ്, കാർഡ്ബോർഡ് ബോക്സ് ആണ്. അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഇനി നോക്കിക്കേ, ഫസ്റ്റിലെ കാർഡ്ബോർഡ് ബോക്സ് ഇങ്ങനെയാണ്. അതിനെ ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ നെറ്റ് ആണ് T തിരിച്ചെഴുതുന്നത് പോലെ അല്ലേ?
തീ തലകുത്തനെ നിൽക്കുന്നത് പോലെ തോന്നും അല്ലേ? ദാറ്റ് ഈസ് ദ നെറ്റ് ഓഫ് ദാറ്റ് കാർഡ്ബോർഡ് ബോക്സ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ആ ബോക്സിനെ നമ്മൾ ഓപ്പൺ ഫ്ലാറ്റ് സർഫസ്, അതായത് ഫ്ലാറ്റ് സർഫസിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ, അതാ പറഞ്ഞത് നമുക്ക് പേപ്പർ കൊണ്ടുണ്ടാക്കാവുന്നതേ ഉള്ളൂ. കാർഡിക്കിനും കാർഡ്ബോർഡ് കിട്ടിയില്ല, അന്നേരം ഒരു പേപ്പർ ഇട്ട് ഉണ്ടാക്കിയാൽ നമ്മൾ പറഞ്ഞില്ലേ ഇന്നലെ. അപ്പൊ അതുപോലെ കാർഡ്ബോർഡ് ബോക്സിനെ ഓപ്പൺ ചെയ്തെടുക്കുന്ന നെറ്റ് 3D ഷേപ്പ് ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം, ഈ ലെസണും നമുക്ക് ചാപ്റ്റർ തീർന്നു. ഇനി ഇതിൽ വർക്ക്ഷീറ്റ് ഉണ്ട്. മെനി എക്സസൈസ് ഓൾറെഡി വി ഹാവ് ഡൺ, ആൻഡ് ദെൻ വർക്ക്ഷീറ്റ് സീ ദാറ്റ് ജസ്റ്റ് മിസ് പറയാണ്, ഇത് നിങ്ങൾക്ക് യു ക്യാൻ ട്രൈ, ലുക്ക് അറ്റ് ദ ഫിഗർ ആൻഡ് നെയിം അല്ലേ? നമുക്ക് അറിയത്തില്ലേ? Now we know that what is rays, what is line segment, and what are lines, എല്ലാം നമുക്കറിയാം. അതെല്ലാം പഠിച്ചതിന് ശേഷം you have to solve this worksheet. ഞാൻ അങ്ങനെ ഒരു വർക്ക് നിങ്ങൾക്ക് തരികയാണ്. അതായത് മെനിയുടെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു, ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. then this you can solve. അപ്പൊ അറിയാമല്ലോ, ഇതിലിപ്പോ ഈ ഫിഗർ കണ്ടിട്ട് റേസ് ഏതൊക്കെയാണെന്നുള്ള അതിന്റെ പേര് എഴുതണം, ലൈൻ സെഗ്മെന്റ് ഏതെന്ന് എഴുതണം, ലൈൻസ് ഏതെന്ന് എഴുതണം, എല്ലാത്തിനും പേര് കൊടുക്കണം, നെയിമിങ് ചെയ്യണം. then filling the blanks, polygon with അതുണ്ട്, polygon with 2 side, ഇതൊക്കെ നമുക്കറിയാം. പോളിഗൺ എത്ര എണ്ണം നമ്മൾ പഠിച്ചു? 3 sides കൂടുതലുള്ള നമ്മൾ പഠിച്ചില്ലേ? ട്രയാങ്കിൾ പഠിച്ചു, ഹെപ്റ്റഗൺ പഠിച്ചു, പെന്റഗൺ പഠിച്ചു, ഒക്ടഗൺ പഠിച്ചു, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നോനഗൺ, ഡെക്കാൺ അല്ലേ? ഇതെല്ലാം പഠിച്ചു. അപ്പൊ ഇതിൽ ഏത് സൈഡ് ആണെന്നുള്ള നോക്കിയിട്ട് അതിന്റെ പേര് എഴുതുക. then next എന്താ? ഒബ്സർവ് ദ സർക്കിൾ വിത്ത് സെന്റർ O ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. സെന്റർ, ഒരേ ഒരു സെന്റർ ഉള്ള സർക്കിളിന്, ദാറ്റ് ഈസ് O. എന്നിട്ട് ഇതിൽ ലെങ്ത് ഓഫ് O ഈസ് ലെസ് ദാൻ ഡയമീറ്റർ ഓഫ് സർക്കിൾ. ഈസ് ദി സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ്? എന്താണ് ഇതിൽ പറയുന്നത്? OA എന്ന് പറയുന്നത് എന്താണ്? OA എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റേഡിയസ് അല്ലേ? OA, ആ OA റേഡിയസ് ഈസ് ലെസ് ദാൻ ദ ഡയമീറ്റർ ഓഫ് സർക്കിൾ. ഡയമീറ്ററിനെക്കാളും കുറവാണെന്നാ പറയുന്നത് അല്ലേ? അത് കറക്റ്റ് അല്ലേ? ഡയമീറ്ററിന്റെ ടോയ്സ് അല്ലേ, സോറി റേഡിയസിന്റെ ടോയ്സ് അല്ലേ ഡയമീറ്റർ? അന്നേരം ഇവിടെ ഡയമീറ്റർ എന്ന് പറയുന്നത് ലെസ് ദാൻ ദ ഡയമീറ്റർ ഓഫ് സർക്കിൾ. റേഡിയസ് ഓഫ് കോഴ്സ് OA ഈസ് ആക്ച്വലി OA എന്ന് പറയുന്നത് ആ AEയുടെ പകുതിയാണ്, ഹാഫ് ആണ് അല്ലേ? അപ്പൊ OA ഈസ് ലെസ് ദാൻ ദ ഡയമീറ്റർ AE അല്ലേ? അങ്ങനെ വരത്തുള്ളൂ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അടുത്ത് നോക്കിക്കേ, യൂസിങ് കോമ്പസ് ഡ്രോ ദ കോൺസെൻട്രിക് സർക്കിൾസ് ഓഫ് റേഡിയൈ. റേഡിയൈ നമ്മൾ പഠിച്ചു. റേഡിയയുടെ എങ്ങനെയാ കോമ്പസ് എടുത്തിട്ട് റൂളർ സ്കെയിലിൽ നിന്ന് മെഷർമെന്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ സർക്കിള് വരയ്ക്കുക, റേഡിയൈ വെച്ചിട്ട് വരയ്ക്കാൻ. ഒരു സെന്ററിൽ നിന്ന് തന്നെ സോ മെനി റേഡിയൈസിൽ നമുക്ക് ഒരുപാട് സർക്കിൾസ് വരയ്ക്കാൻ പറ്റും. ഏതൊക്കെ റേഡിയൈ വെച്ച? 2 സെന്റിമീറ്ററിൽ ആദ്യം 2 സെന്റിമീറ്റർ, then 2 സെന്റിമീറ്റർ, 5 മില്ലിമീറ്റർ അതെടുക്കണം. അതായത് 2 കഴിഞ്ഞിട്ടുള്ള 5 ചെറിയ ഡിവിഷൻസ് അല്ലെ? നമുക്കറിയാലോ ഒരു സ്കെയിലിൽ ടോട്ടൽ 15 സെന്റിമീറ്റർ. നോർമൽ സ്കെയിൽ വി ആർ യൂസിങ് ദാറ്റ് 15 സെന്റിമീറ്റർ, and then 2 centimeter after 5 millimeter also you have to take, then circle it, then 3 centimeter, 5 millimeter and 4 centimeter. ഒരു സെന്ററിൽ നിന്ന് തന്നെ ഈ 3 സർക്കിള് നിങ്ങൾക്ക് വരയ്ക്കാം and mention that distance also. And the next 5th question, draw at least 3 circles of different radii between 2 centimeter and 6 centimeter using compass. കോമ്പസ് ഉപയോഗിച്ച് ഒരു സർക്കിളിൽ നിന്നും ഡിഫറെന്റ് റേഡിയൽ നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ. then check whether the statement the length of diameter is twice that of radius. ഇപ്പോ 2 സെന്റിമീറ്റർ ഉള്ള റേഡിയ ആണെങ്കിൽ ഡയമീറ്റർ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി 4, and 6 സെന്റിമീറ്റർ റേഡിയ ആണെങ്കിൽ ഏത് വരും? 12 വരും ഇല്ലേ? അങ്ങനെ അത് ചെക്ക് ചെയ്യുക, അതാണോ എന്നും ചെക്ക് ചെയ്യുക. എങ്ങനെ ചെക്ക് ചെയ്യുക? ആ കോമ്പസിന്റെ അളവ് തന്നെ എടുത്തു വെച്ചിട്ട് നമുക്ക് സ്കെയിൽ വെക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആണോ എന്ന് അറിയാം. then അത് കറക്റ്റ് ആവുന്നെങ്കിൽ it is true. One box is missing from each net. Draw the box to complete the net. ഇതിൽ ഇപ്പൊ പറയുന്നത് ഒരു ബോക്സ് ഇതിൽ മിസ് ആവുന്നു അല്ലേ? 1 ബോക്സ് മിസ്സിംഗ് ആണ്. അത് നമുക്ക് എവിടെ വരയ്ക്കാവുന്ന? ഫസ്റ്റില് ക്യൂബാ. അതിലേതാ വരുന്നത്? ഏത് വരും അതില്? സൈഡിലോട്ട് വരാം, താഴോട്ട് വരാം, ഒന്ന് മേളിലോട്ടും വരാം. ഓക്കെ, ഇതിപ്പോ സൈഡിലോട്ടാണ് മിസ് വരച്ചത്, കാണുന്നുണ്ടല്ലോ. ഇനി അടുത്തത് ഒരു ക്യൂബോയിഡാ. അതിൽ ഇനിയിപ്പോ എവിടെ വരാം? അവിടെ മേളിലോട്ട് വരാം. ഓക്കെ, എനി സൈഡ് വി ക്യാൻ മേക്ക്. ഓക്കെ, ഇതും അതിന്റെ ഒരു ഡ്രോ ദ ബോക്സ് ടു കംപ്ലീറ്റ് ദ നെറ്റ്. അതിന്റെ ഒരു നെറ്റ് ആണ് ഇവിടെ ഇങ്ങനെയും വരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൺ ടൈം. You have learned about solid shape, okay, such as cube, cuboid, cylinder, sphere, and cone. Most of these shapes can be categorized into 2 groups, namely prisms and pyramids.
ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഷേപ്സ് ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ, സ്ഫിയർ ഒക്കെ പഠിച്ചു. കോൺ ഇതെല്ലാം അല്ല നമുക്കറിയാമല്ലോ. മോസ്റ്റ് ഓഫ് ദ ഷേപ്സ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 2 ഗ്രൂപ്പ്. അപ്പൊ ഒരുപാട് ഷേപ്സ് ഉണ്ടെങ്കിൽ അത് 2 കാറ്റഗറി ആയിട്ടാണ് മെയിൻലി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പ്രിസംസ് ആൻഡ് പിരമിഡ്സ്. വാട്ട് ആർ പ്രിസംസ് ആൻഡ് പിരമിഡ്സ്? See that in the column, first column, prism. What do you mean by prism? A solid shape with two, page number 59 ആണ്. A solid shape with two parallel and identical ends and with flat faces whose opposite edges are equal and parallel. Opposite sides, edges, opposite edges are equal and parallel ആണെങ്കിൽ അതൊരു prism ആയിരിക്കാം. But in the case of pyramid, a solid shape with a polygonal base and flat triangular faces. കണ്ടേ, നോക്കിക്കോ, മേളിലൊരു ഇതല്ലേ, ഒരു എഡ്ജ് ഇങ്ങനെ കാണുന്നു, ട്രയാങ്കുലാർ ഫേസസ് ദാറ്റ് മീറ്റ് എ പോയിന്റ് അറ്റ് ദ ടോപ്പ്. അതാണ് പിരമിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രിസം ആൻഡ് പിരമിഡ് ആണല്ലോ. ഫസ്റ്റ് കോളത്തില് അത് പ്രിസം ആണ്, ഇത് സെക്കൻഡ് കോളം പിരമിഡ് ആണ്. ഓക്കെ, ഇനി എന്തോ പറയുന്നേ? ഇനി എന്താ പറയുന്നത്? Now look at the given shape. Tick the ones and that are categorized as the prism and cross. അതിലെ പ്രിസം ഏതൊക്കെയാ വരുന്നത്? പ്രിസം വരുന്നത് ഏതൊക്കെയാണ്? പ്രിസം വരുന്നത് ഏതൊക്കെ വരും? പ്രിസം നോക്കിക്കേ, നിങ്ങൾ തന്നെ പറഞ്ഞേ, ഏതാ പ്രിസം വരുന്നത്? ആദ്യത്തെ അത് വരാം പ്രിസം, ഇത് വരാം, പിന്നെയോ അത്. These are prisms. കണ്ടല്ലോ, 1 മാർക്ക് ചെയ്തോളൂ.